സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ഇഹമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ 6 ശ്ലോകമാണ് രാമായണത്തിൽ പറഞ്ഞത്. 34-ാം ദശകം 6 ശ്ലോകം. ശരഭംഗ മഹർഷിയെ വന്ദിച്ചു ചാരുഭോശ്ചാരഭംഗീം. അതിനുശേഷം 7-ാമത്തെ ശ്ലോകം നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യ പ്രത്യശൗഷി പ്രിയൈഷി തദനുജമുനിന വൈഷ്ണവേ ദിവ്യചാവേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തെ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജഡായും ഗോദാതണാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യ. പിന്നീട് അഗസ്ത്യനെ വന്ദിച്ചു. നത്വാഗസ്ത്യം സമസ്താശര നികരസപത്രാകൃതിയും, എല്ലാ രാക്ഷസക്കൂട്ടത്തെയും നിഗ്രഹിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. കുറേ മഹർഷിമാർ അവിടെ വന്നു എന്നാണ്. രാമൻ കാട്ടിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട്. ഏതെങ്കിലും ഒരു രാജാവ് വന്നാൽ എല്ലാ മഹർഷിമാരും വരുമോ? അപ്പം രാമൻ ഈശ്വരനാണെന്ന് ഉറപ്പല്ലേ? എല്ലാവരും വന്നിട്ട് ഒരുപാട് അസ്ഥിക്കൂട്ടങ്ങൾ കണ്ടപ്പോൾ രാമൻ ചോദിച്ചു, ഇതൊക്കെ എന്താ അങ്ങനെ അസ്ഥിക്കൂട്ടം ഇവിടെ? അത് രാമ, പാവങ്ങളായിട്ടുള്ള മഹർഷിമാരെ, ദുഷ്ടന്മാരായ രാക്ഷസന്മാർ യഥേഷ്ടം ഇവിടെ വിഹരിക്കുന്നുണ്ട്. അവർ വധിച്ച അസ്ഥിക്കൂട്ടങ്ങളാണ് ഈ കാണുന്നത്. എങ്ങനെയെങ്കിലും അവരെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കണം. തപസ് ഞങ്ങൾക്ക് സാധിക്കണ്ടേ? അങ്ങല്ലാണ്ട് വേറെ ആർക്കും ഇത് കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ എല്ലാ രാക്ഷസന്മാരെയും വധിക്കാമെന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു. സമസ്താശരനികരസപത്രാകൃതിം പ്രത്യശൗഷി, രാക്ഷസക്കൂട്ടത്തെ നിഗ്രഹിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. വാതാപി എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പേരൊക്കെയുള്ള 2 രാക്ഷസന്മാരുടെ കഥ തന്നെ പറയുമ്പോൾ വാൽമീകി രാമായണത്തിൽ എന്താ വെച്ചാൽ, ഓരോരുത്തരെ ഇങ്ങനെ ആതിഥ്യത്തിന് ക്ഷണിക്കുക, എന്നിട്ട് അവരെ അങ്ങോട്ട് വിഴുങ്ങുക, എന്നിട്ടാണ് കൊല്ലുക. അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു. അഗസ്ത്യനെ ഇതുപോലെ ക്ഷണിച്ചിട്ട് അകത്തേക്കാണ്ട് വിഴുങ്ങിയപ്പോൾ അവന് പുറത്തേക്ക് അഗസ്ത്യൻ വരുന്നുണ്ടെന്ന് വിചാരിച്ചപ്പോഴേക്ക് ഇവനാ മരിച്ചത്. എല്ലാവരെയും വിഴുങ്ങണ പോലെ എന്നെ വിഴുങ്ങിയിട്ട് നിനക്ക് ജീവിക്കാമെന്ന് വിചാരം ഉണ്ടല്ലേ? കഴിഞ്ഞു, ഇനി നീ ആരെയും ഇങ്ങനെ കൊല്ലില്ലാന്ന് പറഞ്ഞ് വധിച്ച ആളാണ് അഗസ്ത്യൻ. ചില്ലറക്കാരനല്ല, സമുദ്രത്തെ കയ്യിലെടുത്തിട്ട് ആചമിച്ച ആളാണെന്നാണ്. അപ്പം അങ്ങനത്തെ ആളാണ് അഗസ്ത്യൻ. അപാര തപസ്യ. ആ അഗസ്ത്യനാണ് രാമനെ വണങ്ങണത്. അപ്പം രാമന് എത്ര മഹാത്മ്യം വേണം? എത്ര നീ വരുന്നതും പാർത്ത് ഞാനിരിക്കുന്നു. എത്ര കാലം ഈ രാമ അങ്ങേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പ്രത്യശ്രൗഷി പ്രിയശ്രീ തദനുജമുനിന വൈഷ്ണവേ ദിവ്യശാപേ. പ്രധാനപ്പെട്ട അസ്ത്രങ്ങളെല്ലാം ഭഗവാന് കൊടുത്തു അഗസ്ത്യൻ. തദനുമുനിന വൈഷ്ണവേ ദിവ്യശാപേ. വൈഷ്ണവാസ്ത്രങ്ങൾ, ബ്രഹ്മാസ്ത്രോപദേശം, അത് എങ്ങനെ പ്രയോഗിക്കുക, ആവശ്യം കഴിഞ്ഞാൽ ഉപസംഹരിക്കാം, ഇതൊക്കെ മനസ്സിലാക്കാണ്ട്. അസ്ത്രം കൈ കിട്ടിയിട്ട് കാര്യം, ഒരു സാധനം കിട്ടി ഉപയോഗിക്കാറേണ്ടായി. ഉപയോഗിക്കാറിയണല്ലേ, മാനുവലൊക്കെ ഉണ്ടാവും ചില ഉപകരണത്തിൻ്റെ ഉള്ളിലൊരു കടലാസിലൊക്കെ. അപ്പം അതേപോലെ ഇവിടെ അതൊന്നുമില്ല. ആ അഗസ്ത്യൻ പറഞ്ഞു കൊടുത്തു, ഇത് ഇന്ന വിധത്തിലാണ് രാമ മന്ത്രങ്ങൾ ജപിച്ച് പ്രയോഗിക്കേണ്ടത്, ശത്രു ഭസ്മായി കളയും. അത് കഴിഞ്ഞാലോ അസ്ത്രത്തിനെ തിരിച്ചും കിടന്നെ കൊണ്ടുവരണം. ഇന്ന മന്ത്രം വേറെയുണ്ട്, ഉപസംഹാര മന്ത്രം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. വൈഷ്ണവേ ദിവ്യചാപേ, ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാവിധത്തെ. ബ്രഹ്മാസ്ത്രം ഏറ്റവും ശക്തമായിട്ടുള്ള അസ്ത്രമാണ്. ഇപ്പം ചൊല്ലനുണ്ട്, അവസാനം ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിച്ചു ഞാൻ. അറ്റ കയ്യാത്ര ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക. ഏതുകൊണ്ട് ഒതുങ്ങാത്തത് അതുകൊണ്ട് ഒതുങ്ങുന്ന ബ്രഹ്മാസ്ത്രം കൊടുത്തു. അഗസ്ത്യനാണ് കൊടുത്തത്. ബ്രഹ്മാത്രേ ചാവിധത്തെ. പിന്നെ പതിഭൂയ പിതൃസുഹൃദഞ്ജടായും വീക്ഷ്യ. തൻ്റെ
അച്ഛനായിരിക്കുന്ന ദശരഥൻ്റെ സഖാവായിട്ടുള്ള ജടായുവിനെ ഇങ്ങനെ കാണുകയാണ്. ദാ വലിയൊരു രാക്ഷസൻ വരണമെന്ന് പറഞ്ഞിട്ട് രാമൻ അവനെ വധിക്കാൻ പുറപ്പെട്ടു. സീത അപഹരിക്കപ്പെട്ടപ്പോഴും ഇതേപോലെ ജടായുവിനെ രാക്ഷസനായിട്ട് 2 പ്രാവശ്യം തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ജടായുവിനെ ഇത് രാക്ഷസനാണ് രപ്പണ നല്ലൊരു ശര ഊരി പിടിച്ച് ഇവനെ കൊല്ലണം. പ്രണവദ്യനല്ലഹം, ഞാൻ മദ്യനല്ല രാമ, അങ്ങയുടെ പിതാവായിട്ടുള്ള ദശരഥൻ്റെ ചെറുപ്പകാലത്തെ ഒരു സുഹൃത്താണ്. ശങ്കിച്ചേനല്ലോ നിന്നെ, അയ്യോ എന്നെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ ജടായു, സാരില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും പറഞ്ഞിട്ട് രാമൻ ജടായുവിനെ അങ്ങേക്ക് വേണ്ട സമയത്ത് ഒരു സഹായം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ജടായുവിനെ അപ്പം പിരിഞ്ഞു. അപ്പോൾ സീതാപഹരണമൊന്നും നടന്നിട്ടില്ല, അത് വരാൻ പോകണല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ജടായു ഉദ്ദേശിച്ചത്, ഒരിക്കൽ എന്നെക്കൊണ്ട് അങ്ങേക്ക് കാര്യം ഉണ്ടാവും. ആയിക്കോട്ടെ, ഭഗവാൻ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ല, ആരെക്കൊണ്ടാ കാര്യം ഉണ്ടാവുക, ഇഷ്ടമില്ലല്ലോ, താൻ വലിയ ആളൊന്നും അല്ല എന്നുള്ള നിലയ്ക്ക് രാമൻ ഒട്ടും അതിനെ താണ് കണ്ടില്ല. വീക്ഷ്യഭൂയോ ജടായും, ജടായുവിനെ കണ്ട് ഗോദാതടാന്തേ, ഗോദാവരി, ഗോദാതടാന്തേ, ഗോദാവരി 2 വരി നാട് കളഞ്ഞു. സംസ്കൃതത്തിൽ ഇപ്പം അങ്ങനെ ഈ കാവ്യത്തിൻ്റെ വാക്കിനനുസരിച്ചിട്ട് 2 അക്ഷരമൊക്കെ ഉണ്ട് കളയും. സാങ്ഷൻ ഉണ്ട് പണ്ടതാണ്. ഗോദാതടാന്തേ, ഗോദാവരി തീരത്ത്, പഞ്ചവട്യാം വധൂട്യ സീതയാൽ, സീതയോടുകൂടി ആ പഞ്ചവടിയിൽ സുഖമായി വസിച്ചു. ചിത്രകൂടം പഞ്ചവടി, ചിത്രകൂടം കഴിഞ്ഞ് വേറെ സ്ഥലത്താണ്. ആ പഞ്ചവടിയിൽ പർണശാല മുതലായിട്ടുള്ളതെല്ലാം കെട്ടി ലക്ഷ്മണൻ. അതും കൂടി വാസ്തുപ്രകാരമാണ് കെട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാൽമീകി രാമായണം ഉണ്ടാക്കിയ കാലം 5,000 കൊല്ലം മുമ്പ് തന്നെ വാസ്തു ഉണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം, ഇന്ന സ്ഥലത്ത് അരുത്, വീട്ടിൻ്റെ ഉള്ളിൽ അത് ശരിയല്ലാതെ പണിത, ചിലരൊക്കെ അന്ധവിശ്വാസമെന്ന് പറയും. എന്നിട്ട് തീരാത്ത ദുരിതത്തിൽ അവസാനം വരെ ജീവിതം കഴിച്ചു വിട്ടു. അതൊക്കെ നോക്കി വടക്ക് കിഴക്കേ കോണിൽ അഗ്നികോൺ, അല്ലെങ്കിൽ അവിടെ അടുക്കള, അഗ്നികോണല്ല കേട്ടോ, ഈശാനകോണാണ്, പക്ഷെ അവിടെയാണ് അഗ്നിക്ക് സ്ഥാനം കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാൽമീകി രാമായണത്തിൽ അങ്ങനെ അടുക്കള സ്ഥാനം അവിടെ ഉണ്ടാക്കി. ചെറിയൊരു ശാല പോലും പണ്ട് വാസ്തുപ്രകാരമാണ് ഉണ്ടാക്കിയിരുന്നത്. പഞ്ചവട്ടിയാം, ആ പഞ്ചവടിയിൽ പത്നിയായിട്ടുള്ള സീതയോട് കൂടിയിട്ട് വസിച്ചു. നത്വാഗസ്ത്യം സമസ്താശരതികരസപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയേഷി തദനുജ മുനിന വൈഷ്ണവേ ദിവ്യശാപേ. അഗസ്ത്യനെ നമസ്കരിച്ചു, സമസ്ത രാക്ഷസന്മാരെ വധിക്കാൻ പ്രതിജ്ഞ ചെയ്തു. വൈഷ്ണവാസ്ത്രവും ബ്രഹ്മാസ്ത്രവും നേടി അഗസ്ത്യനിൽ നിന്ന്. ബ്രഹ്മാത്രേ ചാപിതത്തെ പതിപിതൃസുഹൃദം വീക്ഷ്യഭൂയോ ജടായും, ജടായുവിനെ കണ്ടു. മോദാത് ഗോദാതടാന്തേ പരിരമസി പുര പഞ്ചവട്യാം വധൂട്യാം, തൻ്റെ പത്നിയായിട്ടുള്ള സീതയോട് കൂടിയിട്ട് സുഖമായി പഞ്ചവടിയിൽ വസിക്കുകയും ചെയ്തു. പ്രാപ്തായ ശൂർപ്പണയ്ക്ക വദനതരതൃതേരർത്ഥനേർനിസ്സകാത്മാ താം സൗമിത്രൗ, 2 ആളെ കൂടി പറയുമ്പോൾ സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷ തേന നിർലൂനനാസാം, പ്രബല തരരുഷ എന്നും പറയാം. തമയും തരയും തമ്മിൽ സൂപ്പർലേറ്റീവും കമ്പാരിറ്റീവുമാണ്, രണ്ടും പറയാം, രണ്ടും ശരിയാണ്. തമ സൗന്ദര്യോത്തരം, സൗന്ദര്യോത്തമം എന്നൊക്കെ പറയണ പോലെയാണ്. പ്രബല തമരുഷ, പ്രബല തരരുഷ എന്നും ആവാം. തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം ഖരമപി പതിതാം ദൂഷണം ച ത്രിമൂർത്തം വ്യാഹിംസീരാശരാനപൈതസമധികാം തക്ഷണാദക്ഷതോഷ്മ. പഞ്ചവടിയിലാണല്ലോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവണതല്ലേ. രാമായണത്തിലെ പ്രധാന വഴിത്തിരിവ് പഞ്ചവടിയിൽ വെച്ചിട്ട് സീതാപഹരണത്തിൽ ശൂർപ്പണഖയെ കൂടിയിട്ടാണ് ഉണ്ടാവുന്നത്. അവളാണ് എല്ലാറ്റിനും കാരണം. പ്രാപ്തായ ശൂർപ്പണയ്ക്ക, അവിടെ യാ എന്നുള്ളടത്തൊരു വിസർഗം വരുമ്പോൾ പ്രാപ്തായ എന്ന് ചെല്ലിയാൽ പോരാ. പ്രാപ്തായ ശൂർപ്പണയ്ക്ക, പ്രാപ്തായ
ശൂർപ്പണയ്ക്കാന്ന് ചെല്ലണം. പ്രാപ്തായ ശൂർപ്പണയ്ക്കാന്ന് ചെല്ലരുത്. പ്രാപ്തായ ശൂർപ്പണയ്ക്ക, പ്രാപ്തായ ശൂർപ്പണയ്ക്ക മദന ചലഹൃദയരർത്ഥനേർ നിസ്സഹാത്മാ. മനോഹരമായിട്ടുള്ള രാമൻ്റെ പാദചിഹ്നങ്ങൾ കണ്ടു. നല്ലൊരാളുടെ കാലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ശൂർപ്പണയ്ക്കുണ്ടായി. അപ്പോൾ ഇവൻ്റെ ആ ശരീരത്തിന് എത്ര സൗന്ദര്യം ഉണ്ടാവണം, കാലിൻ്റെ അടയാളത്തിന് ഇത്ര സുന്ദരത അല്ലെങ്കിൽ സൗന്ദര്യം ആണെങ്കിൽ എന്നങ്ങനെ വിചാരിച്ച് മദനചലധൃതേ, കാമദേവനാൽ പീഡിപ്പിക്കപ്പെട്ട് ആ കാലിൻ്റെ ഉടമസ്ഥനിൽ അനുരാഗം ജനിച്ചു. രാമനാണോ വേറൊന്നൊന്നും അപ്പം അറിയില്ലല്ലോ. എന്തായാലും ആ പുരുഷനിൽ അനുരാഗം ജനിച്ചു. മദനചലധൃതേരർത്ഥനേർ നിസ്സഹാത്മാ. അങ്ങനെ ആ പാദചിഹ്നം, പാദസൗന്ദര്യം കണ്ടു അല്ലേ. പാദസൗന്ദര്യം കണ്ട അടയാളം ഇങ്ങനെ നോക്കി പോയി രാമൻ്റെ അടുത്തെത്തി. അങ്ങ് ആരാണ്, എന്താണ്? ഒരു സുന്ദരിയും കൊണ്ട് ഈ കാട്ടിൽ നടക്കാൻ കാരണം എന്ത്? താപസവേഷം എന്തിനു ധരിച്ചു? അതുകൊണ്ട് എന്നോട് കൂടി രമിക്കണം, മയാസാകം പോരേണം, മയാസാകം എന്നൊക്കെ പറഞ്ഞു. അർത്ഥനേർ നിസ്സഹാത്മാ, ദേഷ്യ സഹിച്ചില്ല രാമന്. ഈ നല്ല സാധനല്ലേ, മനോഹരമായിട്ടുള്ള ഒത്ത ശരീരമുള്ള രാമൻ സുന്ദരിയായിട്ടുള്ള സീതയോട് കൂടിയിട്ട് ഇങ്ങനെ കഴിയണു. കാടെങ്ക് കാടത് സ്വർഗമായിട്ടാണ് അവർ വിചാരിക്കണേ. അപ്പോഴാണ് അവളുടെ നിസ്സഹാത്മാ, ദേഷ്യം വന്നു. സീതയെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഭഗവാന് പേടിയൊന്നും ഉണ്ടായില്ല രാക്ഷസിയെ കണ്ടിട്ട്. എന്നിട്ട് പറഞ്ഞു, താം സൗമിത്രോഭിസൃജ്യ, ശൂർപ്പണഖേ, ഞാൻ സീതയുടെ ഭർത്താവാണ്, ഏകപത്നി വ്രതധാരനും ആണ്. മറ്റൊരു സ്ത്രീയെ എനിക്ക് പറ്റില്ല. അഥവാ ഞാൻ സ്വീകരിച്ചാൽ നീ സപത്നി മത്സരം നേരിടേണ്ടി വരും. അത് നിനക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് എൻ്റെ അനുജൻ അപ്പുറത്തുണ്ട്, അയാളും വിവാഹിതനാണ്. അത് പറയാൻ പോയില്ല ഭഗവാൻ. ലക്ഷ്മണൻ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പുറത്ത് ലക്ഷ്മണനുണ്ട്, നീ പോയിട്ട് ചോദിച്ചോ എന്ന് മാത്രം പറഞ്ഞു. താം സൗമിത്രോ വിസൃജ്യ, സൗമിത്രിയുടെ അടുത്തേക്ക് അയച്ചിട്ട് പ്രബലതമരുഷ തേന നിർലൂനനാസാം. ഒരാൾ നിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഞാനാണെച്ചാലോ രാമൻ്റെ ദാസനാണ്, നീയാണോ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. നീ എങ്ങനെയാണ് ദാസിയാവുക? അത്ര കേമത്തിയായിട്ടുള്ള ഒരാൾ രാവണപുത്രിയാവുക, ഭഗിനിയാവുക. അതുകൊണ്ട് നീ ദാസി ആയിട്ട് കഴിയേണ്ടി വരും. അത് നിനക്ക് ചേരില്ല, ഞാൻ നിന്നെ സ്വീകരിച്ചാൽ തന്നെ. കേട്ടു. ദേഷ്യം വന്ന് ആ ശൂർപ്പണഖ സീതയെ അപഹരിച്ച് പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പിടിച്ച് തിന്നാൻ ശ്രമിച്ചു എന്നാണ്. പിന്നെ ലക്ഷ്മണനൊന്ന് ആലോചിച്ചില്ല. വാളും എടുത്തു, മൂക്കും മുലയും ഛേദിച്ചു, ചെവി മൂക്കും ഛേദിച്ചു എന്നേ പറയണ്ടു എന്നാണ്. മുല ഛേദിച്ചു എന്ന് പറയണ്ട, അത് നമ്മൾ ആരൊക്കെയോ കൂട്ടിയതാ. തേന നിർലൂനനാസാം, ഇവിടെ മൂക്ക് മാത്രമേ ഉള്ളൂ, ചെവി മൂക്കും ഛേദിച്ചു. താം സൗമിത്രോഭിതിച്ച പ്രബലതമരുഷ, പ്രബലതരരുഷ എന്നും ആവാം. ദേഷ്യം വന്നിട്ട് വലിയ ദേഷ്യത്തോട് കൂടിയിട്ട് തേന നിർലൂനനാസാം. ചാക്യന്മാർ ഇവരൊക്കെ പറയുമ്പോൾ പറയും ശൂർപ്പണഖയുടെ മൂക്കിൻ്റെ വല്ലാത്ത മാംസളതയോ അറിയില്ല, അതോ വാളിൻ്റെ മൂർച്ചയോ നിശ്ചയില്ല. വാളവിടെ വെക്കുമ്പോഴേക്കും ചില ഭാഗങ്ങളൊക്കെ വീണുപോയി എന്നാണ് പറയുക. വാളവിടെ വെച്ചിട്ടേ ഉള്ളൂ, വെട്ടേണ്ടിയൊന്നും വന്നില്ല എന്ന് പറയാം. ആ മാതിരി വാളാണ്. തേന നിർലൂനനാസാം, മൂക്കില്ലാത്തവളായി. കാരണത്തിലെ രാഘവീയം എന്ന് പറഞ്ഞിട്ടുള്ള കാവ്യത്തിൽ ശൂർപ്പണഖ പറയണ വാക്കുണ്ട് രാവണനോട്. നീ ഇവിടെ കിടന്നോ, എനിക്ക് പറ്റിയത് കണ്ടുവോ, രാമൻ അവിടെ എല്ലാ രാക്ഷസന്മാരെയും മരിക്കേണ്ടതെന്നൊക്കെ ഒക്കെ അനുനാസികം ഇല്ലാത്ത ഒരു രീതിയിൽ അത്ര ആ ഭാഗം വർണ്ണിച്ചിരിക്കണം. അനുനാസികം ഇല്ലാതെ ഭാഷ പ്രയോഗിക്കാൻ വിഷമാണെന്ന്. മൂക്കുകൊണ്ട് ഉച്ചരിക്കേണ്ടത് അനുസ്വാരവും അനുനാസികവും. താം ഓളം മൂക്കുണ്ടെങ്കിൽ താം ഉച്ചരിക്കാൻ പറ്റൂ. നാസാം ഇഷ്ടൈനാം ആം ഒലങ്ങാ ഞാമാണാത്ത ആ 5 അക്ഷരം അതിലെ അനുനാസിക എന്ന് പറയും. മൂക്കില്ലെങ്കിൽ ങാ ഞാ നാ മാണ എന്നും പിന്നെ ഈ അനുസ്വാരവും ഇല്ലാതെ കുറേ ഭാഗം രാഘവീയം എന്ന കവിതയിൽ പ്രയോഗിച്ചിരിക്കണം. അത് ഭയങ്കര കഴിവാണ് അങ്ങനെ പ്രയോഗിക്കലെന്ന്. കാരണം ഇതില്ലാണ്ടൊന്നും ഭാഷ പ്രയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ശ്ലോകത്തിൽ തന്നെ എത്ര മാ അല്ലെങ്കിൽ ഉണ്ടെന്ന് നോക്കൂ.
അപ്പം മൂക്കില്ലാത്തവളെ എങ്ങനെയാണ് അങ്ങനത്തെ ഉച്ചരിക്കുക? ആ കാവ്യത്തിൽ അങ്ങനെ പറയുന്നുണ്ടെന്നാ. നിർലൂനനാസാം ഗാനങ്കനക്കെ ഉളവ 5 അക്ഷരങ്ങൾ ഉനങ്ങളാക്കി. നാമകീർത്തനക്കാരൻ്റെ ങ്ങായിൽ തുടങ്ങണ ഒരു വാക്ക് കിട്ടിയില്ല. അപ്പം എന്ത് ചെയ്തു? ഗാനം തുടങ്ങിയുള്ള വാക്ക് ഉച്ചരിക്കാൻ പറ്റാത്തതാക്കി തീർത്തു എന്നുള്ള കാര്യം കൊണ്ടുവന്നിരിക്കുകയാണ്. ദൃഷ്ടൈനാൻ ദുഷ്ടചിത്തം ഖരമപിപതിതം ദൂഷണം ച ത്രിമൂർത്തം. ശൂർപ്പണകയെ അംഗവിച്ഛേദം ചെയ്തു എന്ന് കേട്ട് ഖരൻ ദൂഷണം ത്രിമൂർത്തം തിശിരസ്. 3 തല. മൂർത്തം എന്ന് പറഞ്ഞ മൂർധാവും തലയുണ്ടല്ലോ. വന്നു അവരെയും വധിച്ചു. വ്യാഹിംസീരാശരാനപ്പൈതമതികാം തക്ഷണ ദക്ഷതോസ്മാ. അതിന് എല്ലാ രാക്ഷസന്മാരെയും വധിക്കാൻ ശപഥം ചെയ്യുകയും ചെയ്തു. ശൂർപ്പണഖ പോയി പറഞ്ഞതനുസരിച്ച് ഖരൻ വന്നു. ദൂഷണൻ ത്രിമൂർത്തൻ മുതലായിട്ടുള്ളവരെയും വധിച്ച് 14,000 രാക്ഷസന്മാരെ വധിക്കാനുള്ള പ്രതിജ്ഞ രാമൻ ചെയ്തു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.